ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ 2 കപ്പ് ബസ്മതി റൈസ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 മണിക്കൂറോളം കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്ക് ചിക്കൻ മസാല തേച്ച് വെക്കാം. അതിനു വേണ്ടി 1 കിലോ ചിക്കൻ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തത്, ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, ചെറിയ ജീരകം, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 ചിക്കൻ സ്റ്റോക്ക് നന്നായി പൊടിച്ച് ചേർക്കാം. കുറച്ച് ഡ്രൈ ലെമൺ, 1 ടീസ്പൂൺ കുരുമുളക്, ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ഏകദേശം 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി അല്പം മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായി ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 പീസ് പട്ട, 4-5 ഏലക്കായ, 1 ബേ ലീവ്സ്, 1 ഡ്രൈ ലെമൺ, 1 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കിയ അരിയും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ചിക്കൻ ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. അരിയെല്ലാം ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അരി ഏകദേശം 3/4 വേവായാൽ മതിയാകും. ചിക്കൻ എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം 1/2 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി ഈ ചിക്കൻ്റെ മുകളിലായി നേരത്തെ വേവിച്ച് വെച്ച റൈസ് കൂടി ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലായി കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ചോറിൻ്റെ സെൻറ്ററിലായി ഒരു ചെറിയ പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിലിലേക്ക് ഒരു ചെറിയ പീസ് കനൽ വെച്ച് കൊടുക്കാം. ശേഷം വേഗം തന്നെ ഒരു ഫോയിൽ വെച്ച് അടച്ചു വെക്കാം. അടച്ചു വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് 10 മിനിറ്റിന് ശേഷം ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി. അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ ചിക്കൻ മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക്